ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ടാൽ ആ റേപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അതൊരു പരീക്ഷണമാണെന്ന് നമ്മൾ ഫ്രിക്ഷൻ റൂമിൻ്റെ 2ാമത്തെ എപ്പിസോഡിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വലിയൊരു വിഷയം പറയാൻ വേണ്ടി പറഞ്ഞ കാര്യമാണത്. അതിൽ ആ ഭാഗം മാത്രം എടുത്തുകൊണ്ട് കുറേ ആളുകൾ റിയാക്ട് ചെയ്തിരുന്നു. വളരെ വളരെ എന്താ പറയുക, അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം കേൾക്കുന്ന പോലെയാണ് ആ റിയാക്ഷനുകൾ ഉണ്ടായത്. നമുക്ക് ആ റിയാക്ഷനുകൾ ഒരുപാട് ഇൻസ്റ്റാ റീലുകൾ 1-2-3 കണ്ടത് റാൻഡമായിട്ട് കണ്ട 1-2 റീലുകൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് അതിൽ ഉള്ള ആർഗ്യുമെന്റ്? എന്റെ മുന്നിൽ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്യപ്പെടുന്ന കുട്ടിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന പരീക്ഷണമാണ് പക്ഷേ അത് ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന പരീക്ഷണമാണ്. റേപ്പ് ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ പരീക്ഷണമാണോ? ഇവരൊക്കെ എന്തപ്പാ ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുണ്ട്. അനുഭവിക്കുന്നതും പരീക്ഷണമാണ്, ഇത് കണ്ടു നിൽക്കുന്നതും പരീക്ഷണമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യനെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ ദൈവം. ഈ ദൈവത്തെയാണ് ഞാൻ ഇനി കുറെ ആൾക്കാർ നമ്മൾ എല്ലാം ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ പറയുന്നത്, അതായത് ഒരു ഈവെന്റിനെ കുറിച്ച് പറയാണ്. വളരെ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടുന്ന ഒരു ഈവെന്റ്, റേപ്പ് എന്ന് പറയുന്ന ഒരു ഈവെന്റ്. ഇനി വേറെ ഏത് ഈവെന്റ് നമുക്ക് അതിപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലെടുക്കുക. റേപ്പ് ഒരു ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ നമ്മളുടെ കാരണം കൊണ്ടാണ് റേപ്പ് സംഭവിക്കുന്നത് ചെയ്യുന്നത്. അല്ല, നമ്മളുടെ എല്ലാത്തിലെ കാരണം കൊണ്ട് ഒരുപാട് പ്രയാസം സംഭവിക്കും. ഇപ്പോൾ മിന്നലേൽക്കുക ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാം. അതേപോലെ റേപ്പ് സംഭവിക്കുന്നു. അത് മറ്റു ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറ്റക്കാർ ആ തരത്തിൽ റേപ്പിൽ, എസ്പെഷ്യലി വേറൊരാളാണ് കുറ്റക്കാർ. അപ്പോൾ ആ തരത്തിൽ റേപ്പ് അനുഭവിക്കുന്ന ഒരാൾക്ക് അയാളുടേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ പ്രയാസം അത് പരീക്ഷണമാണ് എന്നുള്ള ഒരു ടേമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാബിൽ പരീക്ഷിക്കുന്നത് പോലെ ആ രൂപത്തിലാണ് പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവർ പരീക്ഷണം എന്നുള്ളൊരു പ്രശ്നത്തെ ടേമിനെ പ്രശ്നവൽക്കരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു വയ്ക്കുന്നത്, പരീക്ഷണമല്ലെങ്കിൽ പിന്നെ ഇത് എന്തായിട്ടാണ് പറയേണ്ടത്? എന്താണിത്? നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിൻ്റെ അവിടെ വേറെ പല കാര്യങ്ങൾ ചേർത്ത് വെക്കാം. നിങ്ങളും ചേർത്ത് വെച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷണം അല്ലാതെ പറഞ്ഞത് തോന്നുള്ളൂ. ഒന്ന് നമുക്കിത് പറയാം, ഇത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് വേറൊന്നുമില്ല, ഒരു തരത്തിലുള്ള കാര്യമില്ല, വെറുതെ അങ്ങ് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക്, അതെ, നിങ്ങൾ റാൻഡ് ഇവൻ്റ് ആണെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അവിടെ എന്താണ് അയാൾ കിട്ടുന്നത്? നീതി കിട്ടുന്നുണ്ടോ? അയാൾ ആ ബുദ്ധിമുട്ട് എന്തിനാണ് അനുഭവിച്ചത്? അതിനയാൾ എന്താണ് പിന്നെ ഒരു പ്രതീക്ഷയായിട്ട് കാണേണ്ടത്? ഇത് വെറുതെ സംഭവിച്ച നോർമൽ ഒരു നോർമൽ റാൻഡം ഇവൻ്റ് ആണെങ്കിൽ അയാൾ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് എന്ത് പ്രതീക്ഷ, എന്ത് ഹോപ്പ്, എന്ത് സമാധാനം അവിടെ ഉള്ളത്? ഇനി റേപ്പ് ഒരു ശിക്ഷ എന്ന് പറഞ്ഞു വെച്ചോ. ശിക്ഷയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് വിക്ടിം ബ്ലെയിമിങ് അല്ലേ? ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരാൾക്ക് പറയാണ്, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചൊരു ശിക്ഷയാവുന്നു, നിങ്ങൾക്ക് അർഹതപ്പെട്ടൊരു കാര്യമാവുന്നു. അയാൾക്ക് കൂടുതൽ പ്രയാസമല്ലേ? അഥവാ ആ ആളുടെ ആ സാഹചര്യത്തിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ ഇത് വെറുതെ സംഭവിക്കുന്ന കാര്യമാണെന്നോ ശിക്ഷയാണെന്നോ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യോ, ഉപകരിക്കോ? പ്രതിഫലമാണെന്ന് പറയാൻ പറ്റുമോ? അതായത് റേപ്പ് ചെയ്യപ്പെടുന്നത് പ്രതിഫലമാണ്. പ്രതിഫലം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ശരിക്കും ഇനി ഇതല്ലാത്ത വേറെ ഓപ്ഷൻ ഉണ്ട്, അത് പറഞ്ഞോളൂ. റേപ്പ് ചെയ്യപ്പെടുന്നത് റാൻഡം ഇവന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ? പ്രതിഫലമാണെന്ന് പറയാൻ പറ്റുമോ? അതല്ല, ഇവിടെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള എല്ലാ ഈവൻസും പരീക്ഷണങ്ങളാണ്. എല്ലാ ഈവൻസും പരീക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളൊരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ ടെസ്റ്റ്. ആ ടെസ്റ്റിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ഇതാണ് ഈ ടെസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദൈവം പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ നമ്മൾ ലാബിൽ പോയി അറിയാൻ വേണ്ടി എന്താ സംഭവിക്കും, ഒരു ക്യൂരിയോസിറ്റി. അതെ, നമ്മൾ ഈ ആസിഡും ബേസും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുമല്ലോ, എന്താ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരാളെ വെറുതെ എന്താ സംഭവിക്കുക, അങ്ങനെ അറിയാൻ വേണ്ടി ദൈവത്തിന് അറിയാൻ വേണ്ടി എന്നുള്ളതല്ല ഇവിടെ പരീക്ഷണം. ലൈഫ് ഈസ് എ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ആ വേൾഡ് വ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഹൗ ഹുയ് എന്നൊക്കെ ആക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം, എന്താണ് പറയുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യെസ്. പിന്നെ ഈ വിമർശനത്തിലൂടെ ഉദ്ദേശിക്കുന്ന ചില തെറ്റിദ്ധാരണകളാണ്. മീൻസ് പരീക്ഷണമാണെന്ന് പറയുമ്പോഴേക്ക് മനസ്സിലാക്കുന്ന അതിലൂടെ നമ്മൾ പറയാത്തതും എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴേക്ക് വിചാരിക്കുന്നതുമായുള്ള അബദ്ധങ്ങളാണ്. അതിലൊന്ന് പറഞ്ഞതാണ്, ദൈവം കൊടുക്കുന്നൊരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ദൈവത്തിങ്കൽ നിന്നുള്ളൊരു പരീക്ഷണമാണ് റേപ്പ് എന്ന് പറയുമ്പോൾ ആ റേപ്പിൻ്റെ പിന്നിൽ നേരെ ദൈവത്തെ കാണുക. റേപ്പിസ്റ്റിന് ഒരു റോളും ഇല്ല, റേപ്പിസ്റ്റ് ഒരു തെറ്റുകാരനുമല്ല, അല്ലെങ്കിൽ അവിടെ റേപ്പിസ്റ്റ് ഒരു തെറ്റിതൊന്നും പറയാതെ അത് ദൈവം കൊടുത്തൊരു കാര്യമാണ്, റേപ്പിസ്റ്റ് അങ്ങനെ അതിൻ്റെ ഒരു കാരണമായി ഇങ്ങനെ പോയി അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഒരിക്കലും ഇവിടെ പറയുന്നില്ല. അങ്ങനെ അല്ലാന്ന് മാത്രമല്ല, നമ്മളവിടെ കൃത്യമായിട്ട് ഇവർ ഈ റീല് കട്ട് ചെയ്യുന്നിടത്തുണ്ടോന്ന് അറിയില്ല, അല്ലാത്ത കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് റേപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ റേപ്പ് ചെയ്യുന്നതോട് കൂടി തന്നെ അവൻ വലിയൊരു തെറ്റ് ചെയ്യാണ്. അവൻ വെച്ചാൽ അവിടെ ആക്ഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ റേപ്പിസ്റ്റാണ്. അപ്പോൾ ആ റേപ്പിസ്റ്റ് തെറ്റുകാരനാണ് ഈവൻ എന്ന് മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്ന ആൾക്ക് പരീക്ഷണമാണെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്ന ആൾ ഇടപെടണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈ ഫുൾ സിസ്റ്റത്തിന്, ഹോൾ സിസ്റ്റത്തിനെ മനസ്സിലാക്കണം,
ഹോൾസസിന് പരീക്ഷണമാണ് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മളൊരു റേപ്പ് നടക്കുന്ന ഒരു ഇൻസിഡന്റ് നമ്മൾ വിറ്റ്നസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റേപ്പിസ്റ്റ് മാത്രമല്ല തെറ്റുകാരൻ, നമ്മൾ അവിടെ ഇടപെട്ട് ആ റേപ്പിസ്റ്റിനെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റ് അവിടെ നടക്കാതിരിക്കാൻ നമ്മുടേതായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരനാണെന്നാണ് പറഞ്ഞത്. യെസ്, അത്രത്തോളം നമ്മളെല്ലാവരും അതിൽ ഒരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് അതൊന്നും മനസ്സിലാക്കാതെ പരീക്ഷണം, എന്തോ പരീക്ഷണം, അപ്പൊ ദൈവം നേരിട്ട് ചെയ്താണോ എന്നുള്ളതും. അതായത് ദൈവത്തിൽ ഡയറക്റ്റ്ലി വരുന്ന, വേറെ ഈ ലോകത്ത് ഒരാൾക്കൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത, വേറെ ആരും ബ്ലെയിം ചെയ്യാൻ പറ്റാത്ത, വേറെ ആരും അതിന്റെ പിന്നിൽ കാരണമായിട്ടില്ലാത്തൊരു തെറ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഈ പരീക്ഷണം എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലാക്കണം. സിമ്പിൾ എന്താ വെച്ചെങ്കിൽ മതവിശ്വാസികൾ ഒരു കാര്യം പറയുമ്പോഴേക്കും അറ്റാക്ക് ചെയ്യാതെ എന്താണ് ഈ മതം പറയുന്നത്, എന്താണ് വിശ്വാസികൾ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ആ റീലിൽ എന്താണ് പറയുന്നത്, ആ ഒറ്റ റീലല്ലേ, വലിയ വീഡിയോ ഒന്നും കാണണ്ടല്ലോ, ആ റീലിൽ എന്താണ് പറയുന്നത് എന്തെങ്കിലും കേൾക്കാം. ഇവിടെ സിംപ്ലി പറഞ്ഞു വെച്ചാൽ റേപ്പ് ചെയ്യുന്നയാൾ വലിയ തെറ്റുകാരനാണ്. ആ മനുഷ്യ ആ പരീക്ഷണത്തിൽ തോറ്റു, പരാജയപ്പെട്ടു. അവിടെ വിറ്റ്നസ് ചെയ്യുന്ന ഒരാളുണ്ട്, റേപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, അതേപോലെ തന്നെ റേപ്പിന് ഇരയായിട്ടുള്ള ഒരാളുണ്ട്. മറ്റേ രണ്ടു പേർക്കും അവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും, ദൈവത്തിങ്കൽ എന്നുള്ള പ്രതിഫലം മാറുന്നതാണ്. അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞ പ്ലോട്ട്. അവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ പിന്നിലൊരു കാരണമല്ല, അത് ദൈവം നേരിട്ട് കൊടുക്കുന്നതാണ് എന്നൊരു അബദ്ധം മനസ്സിലാക്കൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തിൻ്റെ ഈ ലോകത്തെ പരീക്ഷണങ്ങൾ നടക്കുന്ന അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് എനിക്ക് മാത്രം ഒരു കണ്ടീഷൻ, എനിക്ക് മാത്രം ഒരു പരീക്ഷണം, വേറൊരാൾക്ക് വേറൊരു പരീക്ഷണം, അങ്ങനെയല്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും വേറൊരാൾക്ക് കിട്ടുന്ന, അയാൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയിൽ അയാളിലേക്ക് വരുന്നൊരു പരീക്ഷണം. ഈ ലോകം അതിനുള്ളതാണ്. പല ആളുകളുടെയും പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് കണക്ട് ചെയ്ത്, ചില ആളുകൾ ചെയ്തതിൻ്റെ ഉപകാരം മറ്റൊരാൾക്ക് കിട്ടി, ചില ആൾക്കാർ ചെയ്തതിൻ്റെ ദോഷം വേറൊരാൾക്ക് കിട്ടി. ആ തരത്തിലാണ് പടച്ചോൻ ലോകം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വരുന്ന ഉപകാരമാണെങ്കിലും അതിന് പ്രയാസമാണെങ്കിലും ഒക്കെ ഞാൻ എന്ത് ചെയ്യണം, പരീക്ഷണമായിട്ട് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, ഉപകാരത്തിൽ നന്ദി കാണിക്കണം, പരീക്ഷണത്തിൽ ക്ഷമിക്കണം. ആ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അടുത്ത തെറ്റിദ്ധാരണ വരും കേട്ടോ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ അതാണ്, പരീക്ഷണത്തിൽ ക്ഷമിക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ റേപ്പ് അനുഭവിച്ച ഒരാൾ എന്ത് ചെയ്യണം, ദൈവം തന്ന പരീക്ഷണമാണ്, അപ്പോൾ ഞാൻ ഇനിയൊന്നും പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ച് ക്ഷമിച്ചിരിക്കണം. അങ്ങനെയല്ല. ആ പരീക്ഷണത്തിൽ അയാൾ വിജയിക്കുന്ന എപ്പോഴാണെന്നറിയോ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രതികരണം കൊടുക്കുമ്പോൾ. അതാണ് ക്ഷമ. ഇപ്പോൾ യുദ്ധവേളയിലെ ക്ഷമാലുക്കളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. യുദ്ധവേളയിലെ ക്ഷമാലുക്കൾ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടാത്തവർ, അവിടെ ശക്തമായി ഉറച്ചു നിൽക്കുന്നവർ, എതിരാളികൾക്കെതിരെ ശക്തമായിട്ട് പോരാടുന്നവർ. ഓരോ ഘട്ടങ്ങളിലെയും ക്ഷമ മാറും, പരീക്ഷണത്തോടുള്ള പ്രതികരണം മാറും. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ റേപ്പിസ്റ്റിനെതിരെ, റേപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യത്തിനെതിരെ, ആ പ്ലോട്ടിനെതിരെ, സിസ്റ്റത്തിനെതിരെ എന്ത് ചെയ്യണം, പോരാടാൻ പറ്റണം, പ്രതികരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇടപെടാൻ പറ്റുന്നത്ര ഇടപെടാൻ പറ്റണം. അതാണ് പരീക്ഷണത്തിലെ വിജയം. ആ ഇടപെടലിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് പരീക്ഷണത്തിലെ വിജയം. മറ്റേ റേപ്പ് കാണുന്ന, റേപ്പ് വിറ്റ്നസ് ചെയ്യുന്ന അടുത്തൊരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, ആ തേർഡ് പേഴ്സൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷണമല്ല, അത് നടന്നോട്ടെ, പരീക്ഷണം കേട്ട് പോകാം എന്നതല്ല. അതിന് ഇൻട്രപ്റ്റ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കലാണ് അയാളുടെ പരീക്ഷണം. നമ്മൾ ഫിസിക്കലി അതിനോട് പ്രതികരിക്കാം, അല്ലെങ്കിൽ നിയമപരമായി പ്രതികരിക്കാം, എങ്ങനെയൊക്കെ. അതായത് ഇസ്ലാമിക് ടെർമിനോളജി പറയുകയാണെങ്കിൽ ഭൗതികമായ ഏതൊക്കെ കാര്യകാരണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ തേടാൻ ശ്രമിക്കുക. അതിലൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അതിനപ്പുറത്തേക്കുള്ള നീതി നടപ്പിലാക്കപ്പെടുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും എന്തെയില്ല, നീതി നടപ്പിലാക്കപ്പെടില്ല. അത് പടച്ചൻ്റെ കയ്യിൽ നിന്നുള്ള നീതി നടപ്പിലാക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം, അതുകൂടിയാണ് അതിൻ്റെ ക്ഷമ എന്ന് പറയുന്നതിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു റേപ്പ് നടക്കുമ്പോൾ റേപ്പിസ്റ്റ് അങ്ങേറ്റം ക്രൂരനാണ്, അവൻ തിന്മയാണ് ചെയ്യുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് വേൾഡ് വ്യൂവിൽ അല്ലെങ്കിൽ മതപരമായ വേൾഡ് വ്യൂവിൽ അവന് ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്. ഇത് അനുഭവിക്കുന്ന ആളും അത് കണ്ടു നിൽക്കുന്നയാളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനോട് ഭൗതികമായി തന്നെ നേരിട്ട് തന്നെ അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കണം, അതിനെ തടയണം. അതിനെ എങ്ങനെയൊക്കെ തടയാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ തടയണം. ആ റേപ്പിസ്റ്റിനെ ഏതൊക്കെ രൂപത്തിൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതിനുശേഷം നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനപ്പുറത്തേക്ക് ആത്യന്തികമായ ഒരു നീതിയിൽ വിശ്വസിക്കുകയും ചെയ്യാം. ഇതാണ് ആ നീതിയുടെ റെലവൻസ് അവിടെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് താല്പര്യമൊക്കെ ഉണ്ട് പോരാടാൻ, പക്ഷെ ഭയങ്കര വീക്കാണ്, ഈ റേപ്പ് ചെയ്യുന്ന ആൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. ആ സമയത്ത് ഈ പരീക്ഷണമാണെന്ന കാര്യം അയാൾക്ക് വലിയൊരു ഹോപ്പ് കൊടുക്കുന്നുള്ളതാണ്. നിങ്ങളുടെ വേൾഡ് വലിയൊരു ഹോപ്പുമില്ല. നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. ഒരു വീക്കായ ഒരാൾ ഇങ്ങനെ ഒന്ന് അനുഭവിച്ചു. ഇത് റേപ്പ് എന്ന് മാത്രമല്ല, എന്ത് കാര്യമുണ്ട്, ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരാളെ കുത്തി, ഏത് കാര്യമാകട്ടെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അവിടെയും ഈ വേൾഡ് വ്യൂവിൽ എന്തുണ്ട്, അവനൊരു സമാധാനമുണ്ട്. എന്താ, ഓക്കെ ഞാനിത് അനുഭവിച്ചു, ഇത് എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല, എനിക്കുള്ളൊരു ശിക്ഷയല്ല ഇത്, മറിച്ച് എനിക്കുള്ളൊരു പരീക്ഷണമാണ്. ഇത് വെറുതെ നടക്കുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ടോ, ഇത് പരീക്ഷണമാണ്. ഇത് വെറുതെ നടക്കുന്നതല്ല, എനിക്കൊരു പ്രതിഫലമല്ല, എനിക്ക് ശിക്ഷയല്ല, ഇത് പരീക്ഷണമാണ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആ തരത്തിൽ എന്താ പറയുക ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ എനിക്കതിന് വലിയ പ്രതിഫലമുണ്ട്. അഥവാ എൻ്റെ പ്രതിഫലത്തെ തീരുമാനിക്കുന്നൊരു പരീക്ഷണമാണിത്. അതല്ല ഒരു മനുഷ്യന് ഹോപ്പ് കൊടുക്കുക.
ഇനി അയാൾ നിങ്ങളുടെ വേൾഡ് വ്യൂ മനസ്സിലാക്കുന്നത് അയാൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവമില്ലാത്തൊരു വേൾഡ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? റാൻഡം ഈവൻറ്റ് വെച്ചാൽ റേപ്പ് റാൻഡം ഈവൻറ്റ് കഴിഞ്ഞു, ഒരാൾ കുത്തിപ്പോയി അല്ലേ, റാൻഡം ഈവൻറ്റ് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താ അതിലുള്ളത്? അതിന് പിന്നെ എന്ത് ഹോപ്പാണ് ഉള്ളത്? ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഹോപ്പും ഇല്ലാത്ത ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന വ്യൂ ആണ് ഒരു റേപ്പിന് ഇരയായ ഒരാൾക്കൊരു ഹോപ്പ് പോലും നൽകാത്ത അത്രമേൽ വൃത്തികെട്ട ഒരു ആശയം വെച്ചിട്ടാണ് പറയുന്നത്. കൃത്യമായ നീതിയെക്കുറിച്ച്, റേപ്പിസ്റ്റിന് ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് പറയുന്ന ആളുകളെ നോക്കിയിട്ട് ഹാഹി ഹു ഹു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിവേ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കെങ്കിലും ചെയ്തിട്ട് റീലിടുക, നിങ്ങൾ റീച്ചൊക്കെ ഉണ്ടായിക്കോളൂ. പക്ഷേ എന്താ പറയുന്നത്, ഈ ലൈഫ് മൊത്തത്തിൽ ലൈഫ് ഈസ് എ ടെസ്റ്റ്. ഇതൊരു വേൾഡ് വ്യൂ ആണ്. ആ ലൈഫ് ഈസ് എ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ ഈവൻസും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ടെസ്റ്റാണ്. അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് അവൻ്റെ മാനസികാവസ്ഥ കൊണ്ടുപോകാൻ അവനെ സഹായിക്കുന്നതാണ്. അതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം, അജബല്ലി അംരിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവൻ്റെ കാരണം എന്താ വെച്ചാൽ അവൻ എന്ത് സംഭവിച്ചാലും അവനത് ഹൈറായി ഭവിക്കും, അവനത് നന്മയായി ഭവിക്കും. അവനെന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് സാമൂഹികമായി പല പല പ്രശ്നങ്ങൾ അനുഭവിക്കാം. എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും അവൻ അതിനോട് പ്രതികരിക്കുന്നത് ക്ഷമയോടുകൂടിയായിരിക്കും. അതവന് നന്മയാണ്. അവൻ എന്തെങ്കിലും ഉന്നതികൾ ഉണ്ടായാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ പ്രയാസങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇനി നല്ല കാര്യങ്ങൾ ഉണ്ടായാൽ, ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് നല്ല റാങ്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടി, നല്ല സുഖസൗകര്യങ്ങൾ ഉണ്ടായി, അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ, അവിടെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് ബാലൻസ്ഡ് ആയിരിക്കും. അവൻ ഒരു നല്ലത് എന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പേരിൽ അവൻ മതിമറന്ന് ആഹ്ലാദിക്കില്ല. എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ എല്ലാം ഒഴിവാക്കി ഇനിയൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യില്ല. എപ്പോഴും മോശം സംഭവിച്ചാലും നല്ലത് സംഭവിച്ചാലും അവൻ്റെ മനസ്സ് ബാലൻസ്ഡ് ആയിരിക്കും. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു വേൾഡ് വ്യൂവിനെ കുറിച്ചാണ് ലൈഫ് ഈസ് എ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ വേൾഡ് വ്യൂ. അതങ്ങനെയുള്ളതാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ലൈഫ് ഈസ് റാൻഡം ഈവൻറ്റ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ വേൾഡ് വ്യൂ കൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നുമില്ല, എല്ലാവരും ഡിപ്രഷനിലേക്കാവും. ഞാനിതൊക്കെ അനുഭവിച്ചല്ലോ, ഇതിന് ഒരു നീതി വരാനില്ല, ഒരു ജസ്റ്റിസ് ഇനി വരാനില്ല, അതിനൊന്നും കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല, അതിനാരും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഇതിനാരും എന്താ പറയുക പകരം തരാനില്ല. ഞാൻ അനുഭവിച്ച പ്രയാസത്തിനാരും കോമ്പൻസേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ സോൾവ് ചെയ്യാനോ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരാൾ ഉൾക്കൊള്ളേണ്ട ഹെൽത്തി ആയിട്ടുള്ളൊരു ബിലീഫ്. അയാളുടെ മെൻ്റൽ ഹെൽത്തിന്, അയാളുടെ സമാധാനത്തിന്, അയാളുടെ ആശ്വാസത്തിന് അതാണ് നല്ലതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലല്ലോ. മാത്രമല്ല ചില ആളുകൾ ഈ ഒരു പ്രയാസത്തിന് ഒഴിവാക്കാനാണ് പലപ്പോഴും കർമ്മ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പ്രകൃതിയിലേക്ക് പലതും ആരോപിച്ച്, കോൺഷ്യസ് അല്ലാത്ത, ഒട്ടും അവബോധത്തിലില്ലാത്ത പ്രകൃതിയിലേക്ക് പ്രകൃതി ഇതൊക്കെ ചെയ്തരും എന്ന് വിചാരിച്ച് അബദ്ധധാരണയിൽ ഇരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള തേട്ടാണ് നീതി നടക്കണം. പ്രയാസം അനുഭവിച്ച അയാൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ തരത്തിൽ എന്താ പറയുക, ആ പ്രയാസത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടി ക്ഷമിച്ച് ആ ഒരു അവസ്ഥയിൽ അയാൾക്ക് എന്ത് കിട്ടണം? അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടണം. തിന്മ ചെയ്ത ഒരാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ആ ശിക്ഷ കിട്ടണമെങ്കിൽ, ഇയാൾക്ക് ഇവിടെ പ്രതിഫലം കിട്ടണമെങ്കിൽ, അതിന് ഒരിക്കലും മനുഷ്യൻ ഇത്തരത്തിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾക്ക്, ദൈവരഹിതമായ, ദൈവമില്ലാത്ത, പടച്ചോനില്ലാത്ത ഒരു സംവിധാനത്തിനും അതിനൊരു സൊല്യൂഷനും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് കൃത്യമായിട്ട് മതം ഏറ്റവും നല്ല രീതിയിൽ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത് എല്ലാ ആസ്പെക്റ്റിലും. ഇപ്പോൾ ദൈവത്തെ പറ്റി ലോജിക്കൽ ചർച്ചയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം മതത്തിനുണ്ട്. ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിലുള്ള നീതിയെ സംബന്ധിച്ചുള്ള ഇമോഷണൽ ചർച്ചയാണെങ്കിൽ അവിടെ മതത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഏത് മേഖലയിലേക്ക്, ഇനി സാമൂഹികമായിട്ടുള്ള വിഷയത്തിലുള്ള ചർച്ചയാണെങ്കിൽ അവിടെ മതത്തിന് കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ട്. അഥവാ ഏത് വിഷയത്തിലേക്ക് പോയാലും കോംപ്രഹെൻഡ് ആയിട്ടുള്ളൊരു വേൾഡ് വ്യൂ നൽകാൻ മതത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ദൈവികമായിട്ടുള്ളൊരു മാർഗ്ഗം. അതാണ് മനുഷ്യൻ എല്ലാ ആസ്പെക്റ്റിലും അവൻ്റെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന, അവൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന, അവൻ്റെ വികാരങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന, അവനെന്ന സാമൂഹിക ജീവിയെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ആസ്പെക്റ്റിലും അവന് പാക്ഡ് ആയിട്ടുള്ള ജീവിതം കൊടുക്കുന്നത് അവനെ സൃഷ്ടിച്ച, അവനെ അറിയുന്ന, അവൻ്റെ സ്രഷ്ടാവായിട്ടുള്ള പടച്ചവൻ്റെ മതമായിരിക്കും എന്നുള്ളതാണ്. ആ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇത്തരം ഇങ്ങനെയുള്ള റീലുകളും കാര്യങ്ങളൊക്കെ കണ്ട് അതിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുള്ളതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യമായൊരു അന്വേഷണവും ആലോചനയും നടത്താൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.